സോഫിയ, സോഫിയ, റോസി, റോസി, എന്താ വേണ്ടത്? ഇങ്ങോട്ടൊന്ന് വന്നേടി. റോസി, എവിടെയാ അവള്? അകത്തെങ്ങാനും കാണും. എന്താ? അവളെ നീ ഇങ്ങോട്ടൊന്ന് വിളിക്ക്. വക്കച്ചന് അവളോടൊന്ന് സംസാരിക്കാനുണ്ട്. വക്കച്ചൻ എന്താ ഇപ്പൊ അവളോട് സംസാരിക്കാൻ? അവളെ കെട്ടിക്കൊണ്ട് പോകുന്ന കാര്യം സംസാരിക്കാൻ. അവൾക്ക് ഇങ്ങനെ മാരി ചെയ്യാൻ വയ്യാന്ന് കട്ടായം പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് പിന്നെ ഇനി എന്തോന്ന് സംസാരിക്കാൻ? അവൾക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലാന്ന് പറഞ്ഞോണ്ടിരുന്ന അവളെ കെട്ടാനങ്ങ് പുല്ലുപാറ നാളുവരായിരിക്കും. ആർക്കോ ഉണ്ടാകാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ കെട്ടാൻ തയ്യാറായിട്ട് വരുമ്പോ അവിടെ ഒരു ഇഷ്ടക്കേട് നോക്കുന്നു. ഇതിനെ ഒന്ന് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് എന്റെ മോക്ക് ചൊവ്വുള്ള ഒരുത്തിനെ അന്വേഷിക്കാൻ. രണ്ടും രണ്ട് തന്തയാണെന്ന് അറിഞ്ഞാൽ പിന്നെ എന്റെ മോക്ക് കൊള്ളാവുന്ന ഒരു കൊച്ചിനെ കിട്ടാൻ വരും. അതിനൊക്കെ അവള് പാവമൊന്നും ചെയ്തിട്ടില്ല. ഒറ്റ മാസത്തിനുള്ളിൽ കെട്ടിയാൻ നടത്തിക്കും. അത് സൗകര്യം ഇല്ലെങ്കിൽ പെണ്ണിനെ വല്ല അനാഥാരത്തിൽ കൊണ്ട് നിർത്തിക്കോണം. എന്താ വേണേൽ അവരെ കൂടെ കേറ്റായിരുന്നു. അവര് നമ്മളെ വഴിക്കാനാ. ആരെ കൂടെ? അവര് നടന്നു പോന്നോളും. നീ ഒരുത്തിയാൻ അയൽവക്കക്കാർക്ക് പോലും കണ്ടുകൂടാതെ. അത് ചേച്ചിയായിരുന്നൊന്നുമല്ല, പിന്നെ ഡാഡിയാ അതിന് കാരണക്കാരൻ. എന്തുണ്ടായാലും കുറ്റം ചാർത്താൻ ഒരു ചേച്ചി. സോളമനിച്ചായന്റെ കത്ത് ഇന്നും ഉണ്ടായിരുന്നു. പോയത് പിന്നെ ഇതിപ്പോ മൂന്നാമത്തെ കത്താ. ഇത്തവണയും സോഫിയ പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അഡ്രസ് അങ്ങ് തന്നേക്കിട്ടെ, നേരിട്ട് എഴുതാമല്ലോ. അയ്യോ വേണ്ട, വരുമ്പോ ഞാൻ കണ്ടോളാം. അത് മതിയോ? മതി. വരാൻ പക്ഷെ ഇനിയും വൈകും. എന്ന് വരുന്ന മറ്റോ എഴുതിയിട്ടുണ്ടോ? അതിനിയും 1 മാസം കൂടി പിടിക്കുന്ന തോന്നുന്നത്. തോട്ടം കച്ചവടം ആകാതെ പോന്നാൽ മുഴുവൻ വല്ലവരും അടിച്ചോണ്ട് പോകും. ഹൈദരാബാദിൽ നിന്ന് ഒരു പാർട്ടി വന്ന് വില പറഞ്ഞെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. 8 ഏക്കറിന്റെ കച്ചവടം ബാർഗനിങ് കിടക്കുക. അതൊന്ന് സെറ്റിൽ ചെയ്തിട്ട് പോരാൻ നിൽക്കുക പുള്ളി. ഞാനങ്ങോട്ട് പോണ്ട്. എന്ന്? നാളെയോ മറ്റന്നാളോ പോവും. ഇന്നലെ ഇന്നും കോളേജില്ല, സമരമാ. നാളെ സമരം തീർന്നില്ലേൽ പിന്നെ അത് നീളുവന്നാ. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ അങ്ങോട്ടങ്ങ് വിടും. എന്തേലും പറയാനുണ്ടോ? ഞാനിത് ചോദിക്കാതെങ്കിൽ എന്നാൽ ചിലപ്പോ പുള്ളി എന്നെ പള്ളു പറയും. ഞാൻ എഴുതി തന്നോളാം.
ഏയ് അവിടെ നിന്നില്ല മിസ്സി വാട്ട് മാൻ നത്തിങ് മാൻ. 3-4 ദിവസമായി കോളേജില്ല. ആ സമരം. കുത്തുകൊണ്ട് ആശുപത്രി കിടന്നൊരു സ്റ്റുഡന്റ് ചത്തു. അതുകൊണ്ട് ഇനി നീളും. നേരെ മാവേലിക്കരിക്ക് വെച്ചിരിക്കാതെ ഇങ്ങോട്ടേക്ക് പോരാൻ തോന്നിയല്ലോ അതേതായാലും നന്നായി ಕೃಷ್ಣಪ್ಪ ಇಲ್ಲಿ ಕೆಲಸ ಆಗದ ಮೇಲೆ ನೀವು ಊಟ ಮಾಡಿಬಿಟ್ಟು ತೋಟದಲ್ಲಿ ಹೋಗಿ ನಾನು ಅಲ್ಲಿಗೆ ಬರ್ತೀನಿ ವಾ ಕುಳಿಸಿ ಡ್ರೆಸ್ ಹಾಕೊಂಡು ಮಾರ ഈ പുള്ളിയെ പിടികിട്ടിയോ മനസ്സിലായി. ബന്ധക്കാരനെന്ന് പറഞ്ഞാൽ ശരിയാവില്ല നേരെ അമ്മാവന്റെ മോൻ അമ്മയുടെ ചേട്ടന്റെ മോൻ അപ്പൊ ഈ പുള്ളിയാ നാട്ടിൽ നിന്ന് മൈസൂർ വന്നു പഠിക്കുന്നത്. അത് തന്നെ മിസ്റ്റർ ആന്റണി ജോസഫ് അപ്പൊ എന്നെ പറ്റി സോളമനിച്ചാൻ ഇവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പിന്നല്ലാതെ ഇവിടെ എല്ലാം പറയാനെന്ന് പറഞ്ഞാ പറയാനാകെ മാത്തച്ചായനേ ഉള്ളൂ എനിക്കിവിടെ അല്ലേ മാത്തച്ചായ ഈ പാല കൊടുക്കുവാണോ? പിന്നല്ലാതെ കുളിക്കാനാണോ ഇങ്ങനെയും കാശുണ്ടാക്കാൻ തുടങ്ങിയാൽ സാറേ കണക്കിന് പാല് കുളിക്കുകയും ചെയ്യും. കാശ് ഉണ്ടാക്കാനുള്ള വകുപ്പുകളാണേ വേറെ ഉണ്ട് ആ ഏരിക്കപ്പുറത്ത് നല്ല അസലൊരു പൗൾട്രി ഫാം കിടപ്പുണ്ട് ഇപ്പൊ 20,000 കോഴി വരും 1,00,000 വരെ കോഴികളെ ഞാൻ അവിടെ വളർത്തിയിട്ടുണ്ട് വാ കാണിച്ചു തരാം മമ്മയുടെ വിചാരം ഞാനിവിടെ ഒരു ബൊഹീമിയൻ ശൈലി കളിച്ചടക്കാറുണ്ട് ഇതിന് വെളുപ്പുണ്ടാവോ? അത് വേണ്ട വാ ആ ഇവൻ ഒരുമാതിരി റൈപ്പാ ആ ഇവൻ സ്വീറ്റ്. ആ നിൽക്കുന്ന പഴുത്ത ആന്റണി ഇങ്ങോട്ടാ പോരുന്നുള്ള കാര്യം സോഫി അറിഞ്ഞായിരുന്നോ ആ അങ്ങനെ വാമയില്ലേ ഞാനിത് എപ്പോഴാ ചോദിക്കുന്നത് നോക്കിയിരിക്കായിരുന്നു. എന്നിട്ട് അവൾ എന്ത് പറഞ്ഞു ഇതാ എനിക്കാണോ അല്ല മിസ്സിക്ക്. ഇതാ ഡാഡി തരാം. ഈ ത- ഡാഡി. മിസ്സി, പിടിച്ചോ. ഏയ് ദേ, ഓടാ, ഡാഡി. ഇങ്ങട് ആരാ പറഞ്ഞെ? ദേ, മൈക്കിന്റേത്. ഇതാ, ദേ. അഞ്ച് ആറ് ഏഴ് എട്ട് ഷാ ഈ പെമ്പിള്ളേർക്ക് പ്രേമം കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കോട. എന്തോന്നാ ഈ 5, 6, 7 ഷാ? വാ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം